ഹലോ ഫ്രണ്ട്സ്, വോക്ക് വിത്ത് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത് ഒരു വീഡിയോ ആയിട്ട്. കുറേയേറെ തിരക്കുകൾ അതിനിടയിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാനും അനിയത്തിയും കൂടെയാണ് വീഡിയോ എടുക്കുക എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് രണ്ടുപേർക്കും തിരക്കായപ്പം ഒന്നും ചെയ്യാൻ പറ്റാതായി. വീഡിയോ എടുത്താൽ തന്നെ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം ഉണ്ടാകാറില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്തു, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് മോളിയാണ്. ഫിഷ് മോളി എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, എന്നാലും ഒരു നാടൻ വെറൈറ്റി ഫിഷ് മോളിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫിഷ് മോളിക്ക് ഞാനിന്ന് എടുത്തിട്ടുള്ളത് സിലോപ്പിയ എന്ന് പറയുന്ന മീനാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് സിലോപ്പിയ എന്ന് പറയുന്നത് കടലിൽ വളരുന്ന മീനല്ല ഇത്. അപ്പോൾ ഈ മീനിൻ്റെ തോലൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് അത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പറയുന്നത് എന്നുള്ളത് നമ്മുടെ അടുത്ത് കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് പുരട്ടിയൊക്കെ വെക്കണം വറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് കുരുമുളക് പൊടിയാണ്. ചതച്ച കുരുമുളക് പൊടി, തീരെ പൗഡറല്ല, ചതച്ചത് തന്നെ വേണം. പ്രത്യേകിച്ച് എരിവ് വേറൊന്നും വരുന്നില്ല, നമ്മളുടെ കുരുമുളകിൻ്റെയാണ് മെയിനായിട്ട് വെക്കുന്നത്. അപ്പം ചതച്ച കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പം ഇത് എല്ലാം കൂടെ പുരട്ടി നമ്മൾ കുറച്ച് നേരം വെക്കണം. അതിന് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിലെല്ലാം പിടിക്കണം നമുക്ക്. എന്നിട്ടിത് വേറെ എരിവ്, മുളക് പൊടി ഇങ്ങനെയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു എരിവെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിനെ നന്നായിട്ട് പുരട്ടി വെക്കുക. അപ്പം അതിനുള്ളിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ നമുക്ക് എന്തായാലും. അപ്പോൾ ഈ പുരട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്കിനി ഇത് വറക്കണം. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് വറുത്ത് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇതിൽ എനിക്കൊരബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് കമൻറ്റിൽ പറയുക. ഒരബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു, അത് വറക്കുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഒരു അരമണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് നല്ല സോഫ്റ്റ് ആകും. നല്ല അതിൻ്റെ ഉള്ളിലെല്ലാം കയറിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു പാൻ എടുത്ത് വെക്കുന്നുണ്ട്. ആ പാനിൽ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വറക്കാൻ പോവാണ്. നമ്മൾ അത് ഒരു ഷാലോ ഫ്രൈ മതി. അതായത് ഇപ്പോൾ നമുക്ക് ഒത്തിരി അങ്ങോട്ട് ഡീപ്പ് ഫ്രൈഡ് ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ മീൻ പൊരിച്ചെടുക്കുന്നത് പോലെ ഭയങ്കര ഒത്തിരി എണ്ണയിൽ കുടിപ്പിച്ചെടുത്ത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ഷാലോ ഫ്രൈ മാത്രം മതി. എന്നിട്ട് ബാക്കിയുള്ളത് നമ്മളുടെ കറിയിൽ കിടന്നിട്ട് അത് വെന്തോളുമല്ലോ. അപ്പം ചെറിയതായിട്ട് തീയൊന്ന് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുന്നത് പോലെ എടുത്താൽ മതിയാവും. അത് നമ്മൾ ആദ്യത്തെ ലോട്ട് മീൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഉള്ളിൽ അങ്ങനെ അടുത്ത മീനൊക്കെ ഇങ്ങനെ വറുത്ത് വന്നോളും, കുഴപ്പമില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ മീൻ വറുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് വഴറ്റാനുള്ളത് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ മീൻ വറുത്തതിനകത്തിലെ ബാക്കി ബാലൻസ് വന്ന എണ്ണ ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി ബാക്കി വഴറ്റാനുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യമേ തന്നെ വേണ്ടുന്നത് നമുക്ക് ഹോൾ സ്പൈസസ് വേണം. എണ്ണ പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഹോൾ സ്പൈസസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രാമ്പൂവും കറുവപ്പട്ടയും ഏലക്കയാണ്. ഇത് മൂന്നാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പൊടിച്ചൊന്നും ഇടേണ്ട, അത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ ഈ ഏലക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിടുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ നമുക്ക് ആ എണ്ണയിൽ മൂക്കുന്ന സമയത്ത് നന്നായിട്ട് അതിലേക്ക് വന്നോളും. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ടേക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് പിന്നീട് ചേർക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളുടെ സവോള നമ്മളുടെ ആവശ്യത്തിന്. ഇപ്പോൾ ഒത്തിരി ഏറെ ഗ്രേവിയൊക്കെ വേണം എന്നുള്ളവർക്ക് സവോള അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇവിടെ കുറച്ച് ഗ്രേവിയൊക്കെ വേണം എന്നൊക്കെ ഉള്ളത്, അപ്പം ഞാൻ അതിനനുസരിച്ച് സവോള എടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി, പിന്നെ സവോള, പച്ചമുളക്,
പ്രത്യേകിച്ച് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കാത്തത് കാരണം നമുക്ക് ചതച്ച കുരുമുളകിൻ്റെ എരിവും പിന്നെ പച്ചമുളകിൻ്റെ എരിവുമാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആദ്യമേ ഇട്ടൊന്ന് വഴറ്റുക നമ്മുടെ ആ ഹോൾ സ്പൈസസിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴണ്ട് ഒരു പച്ചമണം ആ രുചിയൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ചേർക്കാം. അത് ചേർത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് അടച്ച് വെക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ചെറുതായിട്ടൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മുടെ മീനിൽ ഓൾറെഡി നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർക്കാം. പിന്നെ ചതച്ച കുരുമുളക് നമുക്കിവിടെ ചേർക്കണം. ചതച്ച കുരുമുളക് തന്നെ ചേർക്കുക, കാരണം അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ടേസ്റ്റ് തരുന്നത്. പിന്നെ നമുക്ക് വേണ്ടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർക്കാം. നമ്മളുടെ കറിക്ക് വേണ്ടിയിട്ട് വേറെ കളറല്ല, നമ്മളുടെ ഒരു ലൈറ്റ് മഞ്ഞ കളറായിരിക്കും കറിക്ക് ഉണ്ടാകുന്നത്. ഫിഷ് മോളിയാണല്ലോ, അത് കാരണം തന്നെ. പിന്നെ നമുക്ക് വേണ്ടുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളിയാണ്. തക്കാളി നമ്മളുടെ ഒരു പുളിക്കനുസരിച്ചിട്ട് നമുക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് പിന്നീട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും നമ്മൾ ചേർത്ത് ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുത്തിട്ട് നമുക്ക് പിന്നീട് ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 1-ാം പാലും വേണം, നമുക്ക് 2-ാം പാലും വേണം സെപ്പറേറ്റ് ആയിട്ട്. 1-ാം പാൽ കുറച്ച് നല്ല കട്ടിയാണല്ലോ, 2-ാം പാൽ നമുക്ക് കുറച്ചേറെ വേണം. കാരണം ഈ വഴറ്റി വെച്ചിരിക്കുന്നത് ഒന്ന് വേവാനായിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ഒരു 2-ാം പാൽ വേണം. അപ്പം 2-ാം പാൽ ചേർത്ത് നമ്മൾ ഇളക്കി നന്നായിട്ടൊന്ന് ഒരു തിള വരാൻ വേണ്ടിയിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് അതൊന്ന് വേവിക്കണം. അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള മീൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ടിട്ട് ഇളക്കാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് അതിൽ പിടിച്ചൊന്ന് കറക്കുക, അത് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് മീൻ അതിനകത്തിൽ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കണം. ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഫസ്റ്റ് പാൽ, നമ്മുടെ 1-ാം പാൽ നമുക്ക് ചേർക്കണം. 1-ാം പാലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതും ഒന്ന് അതേപോലെ തന്നെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. പിന്നെ സ്പൂണോ തവിയോ ഇട്ടിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ പൊടിഞ്ഞു പോകും, കാരണം ഷാലോ ഫ്രൈ ആണല്ലോ. അപ്പോൾ ഇനിയുള്ള ഇതിൻ്റെ വേവലെല്ലാം നമുക്കിനിപ്പോൾ ഈ ഒരു 1-ാം പാലിലും 2-ാം പാലിലും കടന്നിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ഇടാം. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളി അരിഞ്ഞതും കറിവേപ്പിലേക്ക് ഇട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെക്കുക, ഒന്ന് ചുറ്റിച്ച് വെക്കുക. അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം, കാരണം 1-ാം പാൽ നമ്മൾ ഒഴിച്ചേക്കുകയാണ്. കൂടുതൽ തീയായി കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക, ഒരു തിള വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. ജസ്റ്റ് എന്നിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക, നമുക്ക് സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെയിൻലി ഉണ്ടാക്കുക ഇത്. അപ്പം നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ആ ഒരു തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു കുറുകൽ കാരണം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. നമുക്ക് ആ സ്പൂണിൽ ആ ഒരു പാല് കെട്ടിക്കിടന്നതിൻ്റെ ഒരു ഇതില്ലേ, അപ്പം നല്ലതുപോലെ അതിൻ്റെ ഒരു കുറുകിയ ഒരു ചാറും ആ ഒരു ഫിഷിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് നമുക്ക് അടർത്തിയെടുക്കുന്ന സമയത്ത് നമുക്കത് അറിയാൻ പറ്റും, ഭയങ്കര ജ്യൂസി ആയിട്ടായിരിക്കുന്നത്. പിന്നെ നമുക്കത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഈവൻ ദോശയുടെ കൂടെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റാണ്. ഞാൻ പേഴ്സണലി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ഫിഷ് മോളി ഉണ്ടാക്കുന്നത്. എല്ലാവരും അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ നാടൻ ഫിഷ് മോളി വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നമ്മുടെ അടുത്ത് അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും. അതുവരെ ബൈ.